വന്ധ്യതയ്ക്കുള്ള ചികിത്സാ രീതികൾ ഏതെല്ലാമാണ്? ഇപ്പം നൂതന ചികിത്സാ മാർഗങ്ങളൊക്കെ ഒരുപാടുണ്ടല്ലോ. അപ്പോൾ അത് എന്തെല്ലാമാണ്? നമുക്ക് ഓരോ ചികിത്സാ രീതികളെ കുറിച്ചും അറിയേണ്ടതായിട്ടുണ്ട്. ഈ IVF ഐ മീൻ ഈ വന്ധ്യത വന്ന് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു കുറച്ച് കാര്യങ്ങൾ ടെസ്റ്റുകളൊക്കെ നമ്മൾ നോക്കി കാര്യങ്ങൾ നോക്കിയിട്ട് അതിനകത്ത് ഇനിഷ്യലായിട്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ, ഫോർ എക്സാമ്പിൾ ഇപ്പം സെമൻ ടെസ്റ്റിന് എന്തെങ്കിലും കുറവുണ്ട് അല്ലെങ്കിൽ മോട്ടിലിറ്റിയിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ മെയിൽ ഫാക്ടർ, അങ്ങനെ പുരുഷന്മാരെ സംബന്ധിക്കുന്ന അങ്ങനത്തെ ഒരു പ്രോബ്ലം ആണോ ഉള്ളെങ്കിൽ, ഹസ്ബൻഡിന്റെ പ്രോബ്ലം ആണോ ഉള്ളെങ്കിൽ നമുക്ക് അതിനകത്ത് മരുന്നുകളിലൂടെ ശരിയാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കൗണ്ട് ഇമ്പ്രൂവ് ചെയ്യാനും മോട്ടിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള മരുന്നുകളുണ്ട്. ചിലപ്പോൾ അത് ശരിയാവുന്നില്ലെങ്കിൽ നമുക്ക് IUI പോലെ ട്രീറ്റ്മെന്റുകൾ ചെയ്യാൻ പറ്റും. അതും ശരിയാവുന്നില്ലെങ്കിലാണ് കുറച്ചുകൂടി ഹയർ ട്രീറ്റ്മെന്റിലോട്ട് പോകുന്നത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കുന്നില്ലെങ്കിൽ ഗർഭപാത്ര അണ്ടോൽപാദനം കുറച്ചും കൂടി ബെറ്റർ ആക്കാനായിട്ട് ടാബ്ലറ്റുകളുണ്ട്. അപ്പോൾ ഓവുലേഷൻ ഇൻഡ്യൂസ് ചെയ്യുക, കൃത്യമായിട്ടുള്ള മെഡിസിൻസ് എടുത്ത്, ആവശ്യമുണ്ടെങ്കിൽ ഇഞ്ചക്ഷൻസ് എടുത്ത് എഗ് കറക്റ്റായി വളർന്നു വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അണ്ടം വിസർജനം കറക്റ്റായിട്ട് നടക്കാനായിട്ട് ഇഞ്ചക്ഷൻ എടുത്തിട്ട് നോർമലായി ട്രൈ ചെയ്യാനായിട്ട് പറ്റും. ട്രീറ്റ്മെന്റുകൾ പ്രത്യേകമായിട്ട് നമുക്ക് 2-3 തട്ടമായിട്ട് നമുക്ക് മെയിനായിട്ട് തട്ടത്തിലായിട്ട് പ്രത്യേകം അത് തിരിക്കാനായിട്ട് പറ്റും. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ പ്രോബ്ലംസേ ഉള്ളൂ, മൈൽഡ് ആയിട്ടുള്ള മെയിൽ ഫാക്ടേഴ്സേ ഉള്ളൂ, ചെറുതായിട്ടുള്ള ഓവുലേഷൻ റിലേറ്റഡ് ആയിട്ട് പ്രോബ്ലംസ് ആണ്, ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ബുദ്ധിമുട്ടുകളാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ മെഡിസിൻസിലൂടെയോ ഇഞ്ചക്ഷൻസിലൂടെയോ ഒക്കെ ആയിട്ട് നമുക്ക് ചെറുതായിട്ട് രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പറ്റും. അതിനുള്ള വിജയ ശതമാനം സാധ്യത ഒരു സൈക്കിളിൽ അങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ ഒരു 8 മുതൽ 10% വിജയ ശതമാനം സാധ്യത ഉണ്ടാവാൻ ഉള്ള ഒരു ചാൻസ്. അതിൽ എല്ലാ കേസുകളും അങ്ങനെ നടക്കുന്നില്ല എങ്കിൽ നമ്മൾ ലെവൽ 2 ട്രീറ്റ്മെന്റുകളിലേക്ക് പോകും. ലെവൽ 2 ട്രീറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ കുറച്ച് IUI പോലെ ട്രീറ്റ്മെന്റുകൾ ചെയ്യാനായിട്ട് പറ്റും. ഹസ്ബൻഡിന്റെ സാമ്പിള് എടുത്ത് അതിനെ പ്രോസസ്സ് ചെയ്ത് അതിന്റെ മോട്ടിലിറ്റിയും കാര്യങ്ങൾ ബെറ്റർ ആക്കിയിട്ട് യൂട്രസിനകത്തോട്ട് പുഷ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് IUI പ്രൊസീജിയർ എന്ന് പറയുന്നത്. അതിന് സക്സസ് റേറ്റുകൾ ഒരു 12 മുതൽ 15% വരെ സക്സസ് റേറ്റ്സ് കൂടാനായിട്ട് പറ്റും. ആ IUI നടന്ന് കൃത്യമായിട്ട് പോസിറ്റീവ് ആകുന്നില്ലെങ്കിലോ അല്ലെങ്കിൽ ട്യൂബിൽ എന്തെങ്കിലും ബ്ലോക്കോ എങ്ങനെ എന്തെങ്കിലും നമ്മൾ ലെവൽ 2 വരുന്ന രണ്ടാമത്തെ ട്രീറ്റ്മെന്റ് ഓപ്ഷനാണ് കീ ഹോൾ സർജറികളായിട്ട് ഉള്ളത്. അത് സ്ത്രീകളിലാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഹിസ്ട്രോസ്കോപ്പി പോലെ ട്രീറ്റ്മെന്റുകളുണ്ട്, ലാപ്രോസ്കോപ്പി പോലെ ട്രീറ്റ്മെന്റ് ചെയ്ത് ട്യൂബ് ക്ലിയർ ആണെന്ന് അറിയാനായിട്ട് പറ്റും. അപ്പം ലാപ്രോ ഹിസ്ട്രോസ്കോപ്പി സർജറികൾ സ്ത്രീകളിലും, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം IUI പോലെ ട്രീറ്റ്മെന്റുകളും, ചിലപ്പോൾ വാരിക്കോസീൽ ഐസൊലേറ്റഡ് ആയിട്ട് വാരിക്കോസീൽ പോലെ കാണുകയാണെങ്കിൽ ആ വാരിക്കോസീൽ റിമൂവ് ചെയ്യാനുള്ള വാരിക്കോസീൽ സർജറികൾ, അങ്ങനെ കുറച്ച് സർജറികളായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ലെവൽ 2 ട്രീറ്റ്മെന്റുകളിൽ ഉൾപ്പെടുത്താവുന്നതാണ്. മൂന്നാമത്തെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ലെവലിൽ വരുമ്പോഴാണ് ഇതിലൊന്നും പോസിറ്റീവ് ആയിട്ടില്ല, IUI ചെയ്തിട്ട് പോസിറ്റീവ് ആയിട്ടില്ല, അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പി കഴിഞ്ഞിട്ട് കുറച്ച് ട്രീറ്റ്മെന്റുകൾ നോക്കിയിട്ട് പോസിറ്റീവ് ആയിട്ടില്ല, ലെവൽ 1 ലെവൽ 2 കഴിഞ്ഞു, എല്ലാവർക്കും പോസിറ്റീവ് ആവണമെന്നില്ല ആ ലെവലിൽ. ഇതിൽ പോസിറ്റീവ് ആവാതെ വരുമ്പോഴാണ് നമ്മൾ കുറച്ചും കൂടെ ബെറ്റർ ഓപ്ഷൻസ് ആയിട്ട് IVF അല്ലെങ്കിൽ ICSI പോലെ ട്രീറ്റ്മെന്റുകൾ പ്ലാൻ ചെയ്യും. അത് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകളാണ്, അത് കുറച്ചും കൂടെ ഡീപ്പ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകളാണ്. അപ്പൊ അത് കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് നോക്കിയിട്ട് വൈഫിന് ഇഞ്ചക്ഷൻസ് കൊടുത്തിട്ട് എഗ് നമുക്ക് റിട്രീവ് ചെയ്യും, എഗ് പിക്ക് ചെയ്യും. എഗ് എടുത്തു കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് ഹസ്ബൻഡ് സാമ്പിൾ ഇഞ്ചക്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ICSI എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എഗ്ഗിന് ചുറ്റും സ്പേംസ് മിക്സ് ചെയ്ത് നോർമലായിട്ട് ഇത് ഫെർട്ടിലൈസ് ചെയ്യുന്ന രീതിയിലാണ് IVF എന്ന് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം 2-3 ദിവസം കഴിഞ്ഞ് എംബ്രിയോ കൃത്യമായിട്ട് വളർന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ആ ഭ്രൂണം ഗർഭപാത്രത്തോട്ട് നിക്ഷേപിക്കുന്ന ആ ട്രീറ്റ്മെന്റിനെയാണ് എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് കൃത്യമായിട്ട് എഗ്ഗിന്റെ കണ്ടീഷൻ അറിയാൻ പറ്റും, എംബ്രിയോന്റെ കാര്യം അറിയാൻ പറ്റും, എംബ്രിയോയുടെ ഗ്രേഡ് തിരിച്ചറിഞ്ഞിട്ട് ഗർഭപാത്രത്തിനകത്തേക്ക് പുഷ് ചെയ്യുന്ന ആ പ്രൊസീജിയറിൽ സക്സസ് റേറ്റുകൾ കുറെ കൂടെ കൂട്ടാനായിട്ട് പറ്റും. അങ്ങനെ ചെയ്യുന്ന ഒരു IVF പ്രൊസീജിയറിൽ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് 100% അങ്ങനെയല്ല. നമ്മൾ നല്ലൊരു എല്ലാം നോർമലായുള്ള കേസ്, അതായത് നല്ല അണ്ടോൽപാദനം, നല്ല എഗ്ഗുകളാണ്, നല്ല ക്വാളിറ്റി എംബ്രിയോ ആണ്, എല്ലാം പോസിറ്റീവ് ആവുന്ന എല്ലാം ഒപ്റ്റിമൽ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ, നല്ലൊരു ഗർഭപാത്രത്തിലേക്ക് നല്ല എംബ്രിയോ ട്രാൻസ്ഫർ പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സക്സസ് റേറ്റ് 45 മുതൽ ഒരു 55-60-65% വരെ ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. WHO കണക്ക് പ്രകാരം 35-40% വരെയാണ് IVFന്റെ സക്സസ് റേറ്റ്സ്. അത് പേഷ്യന്റെ പ്രൊഫൈൽ അനുസരിച്ച് വ്യത്യാസം വരാം. ഒരു 45 മുതൽ 50%, 55% വരെയൊക്കെ നല്ല പ്രൊഫൈൽ പേഷ്യൻസ് ആണെങ്കിൽ IVFനുള്ള ഒരു പോസിറ്റിവിറ്റി വരുന്നുണ്ട്. ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറെ നൂതനമായ ചികിത്സകൾ, കുറെ വ്യത്യാസങ്ങൾ വരുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈ പറയുന്ന ഇൻഫെർട്ടിലിറ്റിയിലെ വന്ധ്യതയുടെ ചികിത്സകൾ എന്ന് പറയുന്നത്. ഇപ്പം അതിനകത്ത് തന്നെ ഈ IVF ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ലെവൽ 3 ട്രീറ്റ്മെന്റ് പറഞ്ഞത്. അതിനകത്ത് തന്നെ കുറെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം വളരെ ഫാസ്റ്റ് ആയിട്ട് അഡ്വാൻസ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. കുറെ കൂടെ ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ് വരുമ്പോൾ നമ്മൾ IVFന് ഉപയോഗിക്കുന്ന ഇഞ്ചക്ഷൻസിലുള്ള വ്യത്യാസം, ആ ചെയ്യുന്ന ടെക്നിക്കുകളിലുള്ള വ്യത്യാസം, എംബ്രിയോ വളർത്തുന്നതിനുള്ള ഇൻക്യുബേറ്ററിലോ IVF ലാബിലോ വരുന്ന എംബ്രിയോളജി പരമായുള്ള വ്യത്യാസങ്ങൾ, ഇതെല്ലാം സക്സസ് റേറ്റുകൾ കൂട്ടാനായിട്ടും പെട്ടെന്ന് കുഞ്ഞ് എന്നുള്ള ഒരു കാര്യത്തിൽ, ഒരു സ്വപ്നത്തിലേക്ക് ഒരു കപ്പിളിന് നടന്ന് അടുക്കാനായിട്ടുള്ള സാധ്യതകൾ ഒട്ടേറെ കൂടിയിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ. ശരി ഡോക്ടർ, വ്യക്തമാണ്.